ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ? 2024 ഓണം ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണല്ലേ. അപ്പം നമ്മൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഓണത്തിൻ്റെ വെക്കേഷൻ ടൈമാണല്ലോ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകണ്ടേ? പോയില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ ഒരു രസം എന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് വലിയഴീക്കൽ ബീച്ചിലേക്കാണ്. ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ബോസ്ട്രിങ് പാലമാണ് നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള വലിയഴീക്കൽ പാലം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ അഴീക്കൽ എന്ന് പറഞ്ഞ സ്ഥലവും പിന്നെ നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള ആലപ്പാട് എന്നുള്ള സ്ഥലവും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ബ്രിഡ്ജ് കൊടുത്തേക്കാണ്. ഇത് കാണാനായിട്ട് ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ വരും. ഈ കാണുന്നത് മൊത്തം ഈ സീ വാളാണ് കേട്ടോ. കല്ലിങ്ങനെ കൊണ്ടുവന്ന് കയറ്റിയേക്കുവാണ്. അതിനപ്പുറത്ത് കടലാണ്. പിന്നെ ഇങ്ങനെ കല്ലുകൊണ്ട് കയറ്റിയേക്കുന്നതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ അതും ഒരു നല്ല വൈബുള്ള സ്ഥലം. അതായത് ഇവിടെയൊക്കെ ചാക്കാണ് കേട്ടോ നിറച്ചേക്കുന്നത്. ചാക്കിനകത്ത് മണൽ കൊണ്ടുവന്ന് ഇങ്ങനെ നിറച്ച് വെച്ചേക്കുവാണ്. ഈ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. ഈ ലൈറ്റ് ഹൗസിൻ്റെ അതിലേക്ക് കൂടി ഇങ്ങനെ ലെഫ്റ്റിലോട്ട് ചേർന്ന് കയറി പോകുന്നതാണ് നമ്മുടെ ബ്രിഡ്ജ് തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ ബ്രിഡ്ജിലേക്ക് കയറാൻ തുടങ്ങി. ഇതിന് 1.2 കിലോമീറ്റർ ദൂരം ഉണ്ട് ഈ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിൻ്റെ ആ ആർച്ച് തുടങ്ങുന്ന സ്ഥലം മുതൽ ഏതാണ്ട് ഒരു 981 മീറ്ററാണ് അതിനുള്ളത്. ബാക്കി ഇങ്ങനെ അപ്രോച്ച് റോഡും കൂടെ ചേർത്തൊരു 1.2 കിലോമീറ്ററോളം ദൂരമുള്ള ഒരു ബ്രിഡ്ജാണിത്. ഇത് നമ്മുടെ കായംകുളം കായലിലും പിന്നെ അറബിക്കടലിനും ഇടയിൽ കൂടാണ് ഇതിങ്ങനെ പോകുന്നത്. ഇവിടെയൊക്കെ നിർത്താൻ കേട്ടോ. പക്ഷേ ഈ ചെയ്തേക്കുന്ന തിട്ടയില്ലേ, ഈ സൈഡിൽ ചെയ്തേക്കുന്നത്, അതിന് ഇച്ചിരി പൊക്ക കൂടുതലാണ്. വലിഞ്ഞ് കയറാൻ ഇച്ചിരി പാടായിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇടയ്ക്കൊക്കെ വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ട് ആളുകൾ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കി ഇങ്ങനെ വൈബ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ആരെയും കാണുന്നില്ല. ഇപ്പോൾ ഏതാണ്ട് സമയം ഒരു 3:30-4 മണി ആകുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും നല്ല വെയിലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പം നമുക്ക് ആളുകളെ ഒന്നും കാണാൻ പറ്റാത്തത്. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ബോ കാണുന്നത്. ബോ സ്ട്രിങ് പാലമാണ് ആ കാണുന്നതാണ് അതിൻ്റെ ആ ആർച്ച്. ആ ആർച്ചിലേക്ക് നമ്മൾ എത്തുകയാണ് ഗൈസ്. നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആർച്ചിൻ്റെ 2 വശവും കാണുന്ന ഈ വരിയിൽ കൂടെ ബൈക്ക് ഓടിച്ചതിനിടയ്ക്ക് പിള്ളേരെയൊക്കെ പോലീസ് പിടിച്ചായിരുന്നു. അതെങ്ങനെ ഓടിച്ചതെന്ന് എനിക്കൊരു പിടിയില്ല. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബോ സ്ട്രിങ്. 2 സൈഡിലും ബോസ് കൊടുത്തിങ്ങനെ ടെൻഷൻ വലിച്ച് കെട്ടി അങ്ങനെയാണ് ഈ പാലം ചെയ്തേക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അതൊരു പ്രത്യേക തരത്തിലുള്ള നിർമ്മിതിയാണ്. അത് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആർക്കിടെക്ട്സ് ഒക്കെ വന്ന് നമുക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഇത്രയും കിടിലനൊരു സ്ഥലം വരുമ്പം നമ്മൾ കാണാതെ പോകുന്നത് ശരിയാണോ? ഞങ്ങളിതിന് മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് നമ്മളിപ്പോൾ ഒന്നുകൂടി വന്നത്. അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മുടെ ബോ സ്ട്രിങ് പാലം ഇരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് അപ്പുറവും ഇപ്പുറവും നോക്കി കടലും കായലും ഒക്കെ കാണാവേ. അങ്ങനെ നമ്മൾ ആകാശത്തിൻ്റെ ഭംഗിയും റോഡിൻ്റെ ഭംഗിയും പാലത്തിൻ്റെ ഭംഗിയും ഒക്കെ കടന്ന് നമ്മൾ എവിടെ എത്തുകയാണ്? നമ്മൾ നേരെ ബീച്ചിലോട്ട് പോവാണ്. ഈ സമയമായതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാതെ നമ്മൾ അങ്ങ് എത്തുന്നു. അല്ലെങ്കിൽ ചില്ലറ തിരക്കൊന്നുമല്ല. ഇതിലേക്ക് പോകാനെന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടായിരിക്കും. ആരെങ്കിലും ഇതൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി കണ്ട് നേരത്തെയൊക്കെ ഇറങ്ങിക്കോണം. ഒരു 3-3:30 ആകുമ്പോഴത്തേക്കും വന്നെങ്കിലേ കാറ് പാർക്ക് ചെയ്യാനൊക്കെ ഇടം കിട്ടത്തുള്ളൂ. പിന്നെ അവസാനം ഞാൻ പറഞ്ഞേച്ച് വന്നിട്ട് ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ ഇടം പോലില്ലോ, ഞങ്ങൾ പെട്ടുപോയല്ലോ എന്ന് പറയരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടം വരെ എത്തിയിട്ട് നമ്മൾ ലെഫ്റ്റ് ടേൺ ചെയ്ത് കഴിഞ്ഞ് ഒരു അര കിലോമീറ്റർ 500 മീറ്റർ ദൂരം പോയി കഴിയുമ്പോൾ നമുക്ക് അവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ പാർക്കിംഗ് ഏരിയ ആണ്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഒരു കാറ് പാർക്ക് ചെയ്യുന്നതിന് 30 രൂപ വാങ്ങിക്കുകയും ചെയ്യും. കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല, നമ്മൾ സേഫായിട്ട് അവിടെ കിടന്നോളൂ. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു സ്വല്പം അങ്ങോട്ട് നടന്നാൽ മതി. കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു കഴിയുമ്പോൾ ഇതുപോലൊരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിൽ കൂടെ കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ബീച്ചിലേക്ക് ചെല്ലും. നമ്മൾ വന്ന സമയം ഒരു 3:30-4 മണി ആയതുകൊണ്ട് അധികം ആളൊന്നുമില്ല. ഈ കാണുന്നതാണോ അധികം ആളില്ലാത്ത എന്ന് ചോദിക്കരുത്. കാരണം ഇത് കഴിയുമ്പോൾ ഇനിയും ആളുകൾ വരും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അവരെ പിടിച്ചിട്ടുണ്ട്. എടാ ചെരുപ്പ് ഊരി വെച്ച് ചോദിക്കും. ഉണ്ടല്ലോ അവന്മാരോടെ കിടന്ന്
എന്തായാലും അധികം ആളുകളൊക്കെ വരുന്നതിന് മുമ്പ് 2-3 ഫോട്ടോ എടുത്തേക്കാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ പോയി നിന്നത്. ഫോട്ടോ ഒക്കെ എടുക്കുന്നത് എന്താണെന്ന് പറയുക, വെയിലായതുകൊണ്ട് കറക്റ്റായിട്ട് അങ്ങനെ കിട്ടത്തില്ല. നമ്മൾ വീഡിയോ പിന്നെയും ക്ലിയർ ആയിട്ട് കിട്ടും, ഫോട്ടോ ആകുമ്പോൾ ഫുള്ള് ഒരു നിഴലായിരിക്കും. ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ് പോകുന്നത്. ചോദിക്കല്ലേ എൻ്റെ അമ്മോ. ആദ്യം ഓർത്തു ഈ വീഡിയോയ്ക്ക് കൂടുതലും നമുക്ക് വോയിസ് ഓവർ കൊടുക്കാമെന്ന്. പിന്നെ വിചാരിച്ച ഈ വോയിസ് ഓവർ കൊടുക്കുന്നേക്കാളും ആ തിരയും അവിടുത്തെ ആളുകളും ആ ബഹളവും ഒക്കെ കേൾക്കുമ്പോഴേ നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോയ പോലൊരു ഫീൽ കിട്ടത്തുള്ളൂ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ അത് അങ്ങനെ തന്നെ നല്ല പച്ചയായി നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്ന പോലൊരു ഫീല് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ തന്നെ കൊടുത്തേക്കാമെന്ന് കരുതിയത്. പിന്നെ കുറച്ചു നേരം കളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെന്താണ് ആ പേര്, ദബദബയല്ല ബേൽപൂരി അങ്ങനെ എന്തോ പറഞ്ഞൊരു സാധനമൊക്കെയാണ് തോന്നുന്നു. ബേൽപൂരി എന്നാണ് പറയുന്നത്, എന്തോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്ന് നമ്മളും കുറച്ചു നേരം കളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞ് പോയി. കഴിക്കാമെന്ന് പറഞ്ഞ് പോകുമ്പം എൻ്റെ മോൻ മനുഷ്യന്മാർ കഴിക്കുന്നൊന്നും കഴിക്കത്തില്ല. പിന്നെ ഇവിടെ ചെന്നിട്ട് ഇങ്ങനത്തെ ഒരു സ്പ്രിങ് റോള് പോലെ ആക്കിയേക്കുന്ന നമ്മുടെ പൊട്ടറ്റോ കിട്ടുമല്ലോ, ഉരുളക്കിഴങ്ങ്, അത് വാങ്ങിച്ചു. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യണമായിരുന്നു. അവർ അന്നേരം തന്നെ റെഡിയാക്കി തരികയാണ് ചെയ്യുന്നത്. അങ്ങനെ അതൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം അവന് കഴിക്കാൻ കൊടുത്തു കേട്ടോ. അത് കഴിച്ചണ്ണാക്ക് വരെ പൊള്ളിയിട്ട് നടക്കുന്ന എൻ്റെ പൊന്നുമോനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിന് പ്രത്യേകിച്ച് വലിയ ടേസ്റ്റൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ വായി വെക്കാൻ പറ്റാതെ കഷ്ടപ്പെട്ട് കടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. കുറച്ച് ഞാനും കഴിച്ചു കേട്ടോ. പിന്നെ ഇതുപോലെ പിള്ളേരെ പഠിക്കാനായിട്ട് കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. അതും നമ്മുടെ ബീച്ചിനൊരു കളർ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ, നല്ല രസമല്ലേ അതെല്ലാം കാണാൻ. പിള്ളേർ അതിന് വേണ്ടി വാശി പിടിക്കുന്ന കാണാനും ഒരു പ്രത്യേക രസമാണ്. പിന്നെ കുറേ പിള്ളേർ പട്ടം പറത്തുന്നുണ്ട്. അപ്പോൾ ഇവനും പട്ടം വേണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പറത്താൻ അറിയാത്തവനെ വെറുതെ പട്ടം വാങ്ങിച്ചു കൊടുത്തിട്ട് എന്തെടുക്കാനാണെന്നോർത്ത് ഞാൻ പറഞ്ഞു വേണ്ട മക്കളെ, ഇനിയും വരുമ്പോൾ നമുക്ക് പട്ടം പറത്താം എന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുതിരകളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ എങ്ങും പോയിട്ട് കുതിര സവാരി ചെയ്തിട്ടില്ല, കുതിര അങ്ങനെ അത്ര അടുത്തും കണ്ടിട്ടില്ല. അപ്പോൾ കൊച്ചു പിള്ളേരാണേ. ഒരു കൊച്ചു പയ്യനാട്ടോ ഇങ്ങനെ ഈ കുതിരയെ കൊണ്ടുവന്നേ. അവൻ ഇവനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, വാ കുഴപ്പമൊന്നുമില്ല വാ എന്നും പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ ആകാശത്തിനും പിന്നെ നമ്മുടെ കടലിനും ഏതാണ്ട് ഒരേ നിറവാകും അല്ലേ, അത് കാണാൻ നല്ല രസം. ആകാശവും കടലും കൂടെ വന്ന് ഇങ്ങനെ മീറ്റ് ചെയ്യുന്നത്. നേരം കുറച്ചുകൂടി സന്ധ്യയാവാൻ തുടങ്ങിയിട്ടുണ്ട്. ആളുകളൊക്കെ കുറച്ചുകൂടെ കൂടുതലായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സൂര്യൻ ഇങ്ങനെ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ട് നല്ല ചുവക്കും. എടാ നിനക്ക് ഇഷ്ടപ്പെട്ടോ? നിനക്ക് ഇഷ്ടപ്പെട്ടോ? ബീച്ചിൽ വന്ന് ഇഷ്ടപ്പെട്ടോ? ആ കേറണം. പാവം കുതിര കേട്ടോ, ഒന്നും അനങ്ങ പോലും ചെയ്യാതെ അവിടെ നിൽപ്പുണ്ട്.
സൺസെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സൺസെറ്റും കൂടി കണ്ടിട്ട് പോകാം. എടാ നിന്റെ കളി കുഴപ്പമൊന്നുമില്ലേ? അതൊന്നും പ്രശ്നമല്ല, നനഞ്ഞു നടക്കുന്ന പ്രശ്നം. എൻ്റെ കൂടെ പോകും ഇപ്പം കണ്ടാരട പിന്നെ നമ്മൾ ഇത് വാങ്ങിക്കാൻ പോയി. ഇതിനെന്താ പറയുക, സുണ്ടലെന്നോ അങ്ങനെ എന്തോ പറയുമല്ലേ, ഇങ്ങനെ കടലയൊക്കെ വേവിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ബാക്കി ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്ലേറ്റിലാക്കി തരും. വലിയ രസമൊന്നുമില്ലായിരുന്നു. പിന്നെ അത് കഴിച്ചു. അപ്പോഴത്തേക്ക് സൂര്യ തഴുപ്പ് പറയൂ, എന്നാ റെഡാ അല്ലേ. അപ്പോൾ അവന് പിന്നെ പാനിപൂരി വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ പാനിപൂരി വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണ്. പണ്ടൊന്നും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നല്ലേ. നമ്മൾ പണ്ടൊക്കെ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ആകെ കിട്ടുന്നത് കുറച്ച് കപ്പലണ്ടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ഐസ് കിട്ടും. അല്ലാണ്ട് വേറൊന്നും നമുക്കിങ്ങനെ ബീച്ചിൽ നിന്നൊന്നും കിട്ടിയിട്ടുള്ളൊരു ഓർമ്മ പോലും ഇല്ല. ഇതൊക്കെ ഏതോ നോർത്ത് ഇന്ത്യൻ ഫുഡും കാര്യങ്ങളൊക്കെ. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇതൊക്കെയാണ് ഇഷ്ടം. നമ്മളുമൊക്കെ ഇതിൻ്റെയൊക്കെ ഇപ്പോൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി. നമ്മുടെ നാട്ടിൽ ഇത്തരം സാധനങ്ങൾ വരാൻ തുടങ്ങി അല്ലേ. ലൈഫൊക്കെ ഇങ്ങനെ മൂവ് ഓൺ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അവർ ഇതൊക്കെ വെച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുത്തു. ഇത് കയ്യിൽ കിട്ടുമ്പോൾ ഒരു സന്തോഷം കാണും. മുഖത്തോട്ടൊന്ന് നോക്കിക്കേ. അപ്പോഴത്തേക്ക് നമ്മുടെ സൂര്യൻ ഇങ്ങനെ ചക്രവാളത്തിനുള്ളിലേക്ക് മറയാൻ പോവുകയാണ്. പിന്നെ നമ്മളൊന്ന് സൺസെറ്റ് കണ്ടിട്ട് പോകാമെന്ന് കരുതി നമ്മൾ സൂര്യനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആളുകളൊക്കെ പിന്നെയും വരുന്നുണ്ട്. വന്നവരൊക്കെ കുറേ പേര് പോകുന്നുണ്ട്. കുറച്ച് പേര് ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. കുറച്ച് പേര് തിരയിൽ കളിക്കുന്നുണ്ട്. പല ടൈപ്പ് ആളുകളാണല്ലേ. ചില ആളുകൾ ചുമ്മാ നിൽക്കുകയാണ്. ആളുകൾ കളിക്കുന്നതും സന്തോഷിക്കുന്നതൊക്കെ കാണാൻ സന്തോഷമുള്ള ആളുകളുണ്ട്. ചിലർക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ട്. ചിലർ ഈ ലോകത്തേ അല്ല, അവർക്ക് ഇതൊന്നുമേ അറിയേണ്ട, അവരവരുടെ തന്നെ ഒരു ലോകം തീർക്കുന്നവരുണ്ട്. എല്ലാവരും, അതിപ്പം ചെറിയവരാണോ വലിയവരാണോ ഒക്കെ എല്ലാവരും അവരവരുടെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഏരിയയാണ്. ചിലപ്പോൾ സന്തോഷം മാത്രമായിരിക്കത്തില്ല കേട്ടോ. ചിലർ സങ്കടപ്പെട്ട് വരുന്നവർക്ക് ആ സങ്കടത്തിനൊരു ആശ്വാസമാണ്. അങ്ങനെ എല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ സൂര്യൻ ഇങ്ങനെ മറിഞ്ഞ് പോവുകയാണ്. ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ കടലിൽ മുങ്ങുകയാണ്. തീർന്നു ഇന്നത്തെ ദിവസം. ഇനി അടുത്ത ദിവസത്തിനേക്കുള്ള സൂര്യൻ്റെ വരവിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. സമയം എപ്പോഴാണ് മോനെ ടാസ്ക് വന്നത് നോക്കിയപ്പോൾ എന്താ, റോഡ് നിറയെ വണ്ടി ഒരു തരത്തിലെടുക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് തിരക്കായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ ആ ട്രാഫിക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രിയിൽ നമ്മുടെ ബോസ്ട്രിങ് പാലമാണ് ഈ കാണുന്നത്. ഇവിടെ വരെ എത്തിയപ്പോഴത്തേക്കും ഒക്കെ നല്ലതായിട്ട് ട്രാഫിക്കൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 7 മണി 7:30 ആ സമയമൊക്കെ ആയി. അപ്പോഴത്തേക്കും നമ്മുടെ സൂര്യനെ പോയിട്ട് നമ്മുടെ ചന്ദ്രനങ്ങൾ വന്ന് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കണ്ടോ. നല്ല വലിയ സൂര്യൻ്റെ അത്രയേ ഉള്ള മൂണല്ലേ. അങ്ങനെ നമ്മൾ സൂര്യനെ കാണാൻ വന്നു. സൂര്യനെ അസ്തമയിപ്പിച്ചിട്ട് ചന്ദ്രനെ ഉദിപ്പിച്ച് ചന്ദ്രനെയും കണ്ടിട്ട് നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.